Hi friends, welcome to Shame's Kitchen. എല്ലാവർക്കും സുഖാണല്ലോ. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെയോ ഉച്ചയ്ക്ക് ലഞ്ചിന്റെ ഏത് റൈസിന്റെ കൂടെയും സൂപ്പർ ആയിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോളിഫ്ലവർ ഫ്രൈ റോസ്റ്റ് ആണ്. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒന്ന് മിസ് ആകാതിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ കണ്ടേക്കണം. കൂടെ തന്നെ ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യാനും ആരും മറക്കരുത്. എന്നാൽ ശരി, നമുക്ക് വേഗം റെസിപ്പിയിലേക്ക് പോകാം. നമ്മുടെ ഈ ഫ്രൈ റോസ്റ്റ് തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ചെറിയ കോളിഫ്ലവറിൽ ഒന്നാണ് എടുത്തിട്ടുള്ളത്, 200 ഗ്രാം അളവിൽ. അതൊന്ന് വെള്ളത്തിലേക്ക് ഇട്ട് വെച്ചതിന് ശേഷം ഇതിലേക്ക് ഇനി നമുക്ക് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 20 മിനിറ്റോളം നമ്മളൊന്ന് മാറ്റി വെക്കണം. അത്രയും സമയം കൊണ്ട് ഇതിനുള്ളിലുള്ള ആ ഒരു ഇൻസെക്ട്സ് ഒക്കെ ഒന്ന് പോയി കിട്ടും. അതിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സമയം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഇത് തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതുപോലെ ഒരു കടായി ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നമുക്ക് ഒരല്പം എണ്ണ ചേർത്ത് കൊടുക്കാം. വെളിച്ചെണ്ണയാണ്. ഒരു 2 ടേബിൾ സ്പൂൺ അളവിലാണ് എണ്ണ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു ചെറിയൊരു പീസ് അളവിൽ കറുവാപ്പട്ടയാണ്. കൂടെ തന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ ചെറിയ ജീരകം കൂടി, മുഴുവൻ ജീരകമാണ്. ജീരകം എല്ലാം ചെറുതായിട്ടൊന്ന് ചൂടായി കഴിഞ്ഞാൽ പിന്നെ ഇനി ഇതിലേക്ക് വേണ്ടത് 1 ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടിയാണ്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് കൊടുത്തതിന് ശേഷം ചെറിയ രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് വഴറ്റി കൊടുക്കാം. ഇതെല്ലാം ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതിയാകും. ഒരുപാട് കളറൊന്നും മാറണം എന്നുള്ള ആവശ്യമില്ല. ഇതുപോലെ ലൈറ്റായിട്ടൊന്ന് വഴറ്റി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ്, ഞാനിപ്പോൾ ഇതുപോലെ ഒരു 2 തക്കാളി മിക്സിയുടെ ജാറിലേക്ക് ഒന്ന് മാറ്റിയിട്ടുണ്ട്. അത്യാവശ്യം വലിയ തക്കാളിയിൽ 2 എടുത്തിട്ടുള്ളത്. ഇതൊന്ന് നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം. ഇതുപോലെ അരച്ചെടുത്ത തക്കാളി പേസ്റ്റും കൂടി നമുക്കിതിലേക്ക് ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇനി വീണ്ടും നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. നന്നായിട്ട് നമ്മുടെ ഈ തക്കാളിയുടെ ഒരു പച്ച ടേസ്റ്റ് എല്ലാം മാറി വരട്ടെ. ഏകദേശം ഒരു 30 സെക്കൻഡ് മാത്രം ഒന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ചൂടാക്കി എടുത്താൽ മതിയാകും. ഇതൊന്ന് തിളച്ച് തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ തക്കാളി പേസ്റ്റ് എല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തിളച്ച് തുടങ്ങുമ്പോഴത്തേക്ക് ഇതുപോലെ ഇതിൻ്റെ കളർ മാറി തുടങ്ങും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ഇനി നമുക്കിതിലേക്ക് മസാലകളും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഫസ്റ്റ് നമുക്ക് വേണ്ടത് ഒരു 2 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയാണ്. കൂടെ തന്നെ അതുപോലെ പിന്നെ വേണ്ടതാണ് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കൂടി. അതുപോലെ തന്നെ പിന്നെ വേണ്ടതാണ് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല പൊടിച്ചതും കൂടി നമുക്ക് ആവശ്യമായിട്ടുണ്ട്. പിന്നെ ഇനി വേണ്ടത് ഇതുപോലെ ഒരു പിഞ്ചളവിൽ കായപ്പൊടിയും കൂടിയാണ്. നമ്മുടെ സാമ്പാർ കായ ഉണ്ടല്ലോ, അത് തന്നെയാണ്. ഒരല്പം കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്തിട്ട് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നതാണ് കേട്ടോ. നമ്മളിതിലേക്ക് സവാള ഒന്നും ചേർക്കാതെ തയ്യാറാക്കി എടുക്കുന്നതാണ്. അതുപോലെ തന്നെ വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റുന്നതാണ്. നമ്മുടെ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറുന്നത് വരെ മാത്രം നന്നായിട്ട് നമുക്കിതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുത്ത് നമ്മുടെ ഈ മസാലയുടെയൊക്കെ ആ ഒരു പച്ച ടേസ്റ്റ് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്കിതിലേക്ക് വേണ്ടതാണ് ആവശ്യത്തിനുള്ള വെള്ളം കൂടി. ഞാനിപ്പോൾ ഒരു 1/2 കപ്പ് അളവിലാണ് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. കൂടെ തന്നെ ഒരല്പം മല്ലിയിലയും കൂടി. അതുപോലെ തന്നെ ഇനി വേണ്ടത് നമ്മുടെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടിയാണ്. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ കോളിഫ്ലവർ വെച്ചിട്ട് നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള പല ഡിഷും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഓരോ ഡിഷിനും അതിൻ്റേതായ ഓരോ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഗ്രേവി എല്ലാം നല്ല രീതിയിലൊന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇതുപോലൊന്ന് തിളച്ചു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടതാണ് നമ്മൾ നേരത്തെ വെള്ളത്തിലേക്കിട്ട് മാറ്റി വെച്ചിരുന്ന കോളിഫ്ലവർ ഇതിലേക്ക് ചേർക്കാം. അതുപോലെ തന്നെ അത്യാവശ്യം വലിയ ഉരുളക്കിഴങ്ങിൽ 2 ഉരുളക്കിഴങ്ങ് ഞാനിപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ആ ഉരുളക്കിഴങ്ങ് കൂടി. കൂടെ തന്നെ ഒരു 2 പച്ചമുളക് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, അതും കൂടി ചേർക്കാം. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. വെള്ളം ഒരുപാട് കൂടിപ്പോകാൻ വേണ്ടി പാടില്ല. വെള്ളം കൂടിപ്പോയാൽ നമ്മൾ അതിനനുസരിച്ചിട്ട് അത് വറ്റിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു അളവിൽ തന്നെ പ്രത്യേകം ശ്രദ്ധിച്ചൊന്ന് വെള്ളം വെച്ചേക്കണം.
ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമുക്ക് വേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കണം. ഈ കംപ്ലീറ്റ് വെള്ളവും ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും നമ്മുടെ കോളിഫ്ലവറും അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ട് പിടിച്ചിട്ട് ഇതെല്ലാം നല്ല പെർഫെക്റ്റായിട്ട് കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. ഫ്ലെയിം ഞാനിപ്പോൾ ഒരു മീഡിയത്തിലാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇതിങ്ങനെ ഇരിക്കട്ടെ, ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തേക്കണം. ഞാൻ ഇപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മുടെ ഗ്രേവി എല്ലാം നന്നായിട്ട് ഇതിനൊന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ ഒരല്പം പോലും ഗ്രേവി ഒന്നും ഇല്ലാത്ത രീതിയിൽ വേണം നമ്മളൊന്ന് വറ്റിച്ചെടുക്കാനായിട്ട്. ഇപ്പം നമ്മുടെ കോളിഫ്ലവറും അതുപോലെ തന്നെ ഉരുളക്കിഴങ്ങൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് ഉള്ളത്. ഒരുപാടിട്ട് നമ്മൾ ഇളക്കി കൊടുക്കാൻ വേണ്ടി നിൽക്കരുതെങ്കിൽ പിന്നെ അത് പൊടിഞ്ഞു പോകും. ഇത്രയും ആയിക്കഴിഞ്ഞാൽ ലാസ്റ്റ് നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ട ഒരു കാര്യം കൂടിയുണ്ട്. ഒരു 1/2 ടീസ്പൂണിന് അളവിൽ പഞ്ചസാരയും കൂടിയാണ് നമ്മൾ ഈ ഷുഗർ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ ആ പുളിയും അതുപോലെ തന്നെ ആ എരിവും ഉപ്പും ഒക്കെ നല്ലതുപോലെ ഒന്ന് ബാലൻസ് ചെയ്യാൻ കിട്ടും. ഒരു പ്രത്യേക ചെറിയൊരു, അതായത് സ്വീറ്റ് ഇങ്ങനെ ഉണ്ടെന്നും തോന്നില്ല, പക്ഷേ ഉണ്ടെന്നും തോന്നും, ഇല്ലയെന്ന് തോന്നും, അങ്ങനത്തെ ഒരു ഇതിലാണ് കേട്ടോ. ഒരുപാട് മാത്രം ചേർക്കരുത്, ഒരു 1/2 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ല രീതിയിൽ വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഈ ചൂടോടുകൂടി തന്നെ സെർവ് ചെയ്യാം. തണുത്തിട്ട് സെർവ് ചെയ്യാലും കുഴപ്പമൊന്നുമില്ല. റൈസിൻ്റെ കൂടെ ആണെന്നുണ്ടെങ്കിലും ചപ്പാത്തിയുടെയോ ദോശയുടെയോ ഇഡ്ഡലിയുടെ കൂടെയോ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ നമുക്കിത് എന്തിൻ്റെ കൂടെയൊക്കെ സെർവ് ചെയ്യാൻ പറ്റുമെന്ന്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള റോസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഉറപ്പായിട്ടും ഇതുപോലെ ഇതുവരെയും ട്രൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. കോളിഫ്ലവറൊക്കെ ഇഷ്ടമുള്ളവർക്ക് നല്ല സൂപ്പറായിട്ടൊരു ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷായിരിക്കും. ട്രൈ ചെയ്ത് നോക്കിയതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക് കൂടി എനിക്കൊന്ന് മറക്കാതെ അറിയിക്കണം. ഈ വീഡിയോ ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്ക് എല്ലാവർക്കും ഒന്ന് ഷെയർ കൂടി ചെയ്ത് കൊടുത്തേക്കണം. ഇതുപോലെ റെസിപ്പിക്ക് വേണ്ടിയിട്ട് ഷമീസ് കിച്ചൻ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാർ വീഡിയോ ആയിട്ട് നാളെ 2 മണിക്ക് കാണാം. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാവരും സേഫ് ആയിട്ടിരിക്കണം. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.